आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदम् माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरोद निराकरणमस्तु निराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ओम शांति शांति शांति। ഈ ഭാഗത്ത് പൂർവ മീമാംസകനും സിദ്ധാന്തിയും തമ്മിലുള്ള വാദമാണ് നടക്കുന്നത്. വളരെ കഠിനമാണ്. ഇത്രയും നമ്മൾ പൂർവമീമാംസ പഠിച്ചവർ അല്ലെങ്കിൽ അതിൽ നിഷ്ഠയുള്ളവരാരുമില്ല അവിടെ. അതുകൊണ്ട് എത്ര കണ്ട് ഗ്രഹിക്കാൻ പറ്റും എന്നുള്ളതും നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം സാമാന്യമായി ഗൃഹപ്രാസാദരഥ ശയനാസനാദി ജഡവസ്തുക്കളെ സംബന്ധിച്ചായാലും ഇനി ആത്മാ ആകാശം തുടങ്ങിയ നിത്യപദാർത്ഥങ്ങളെ സംബന്ധിച്ചായാലും അത്യത്ഭുതകരമായി ചേരുംപടി ചേർന്ന് അവ പ്രവർത്തിക്കുമ്പോൾ അതിനെല്ലാം ചൈതന്യ സ്വരൂപമായ ഒരധിഷ്ഠാനം, ഒരു നിയന്ത്രിത്വം അല്ലെങ്കിൽ നിയാമകൻ ഉണ്ട് എന്നുള്ളതാണ് സിദ്ധാന്തഭാഗം. അതൊക്കെ ചർച്ചയിൽ വന്നത് ബ്രഹ്മശബ്ദം വന്നപ്പോഴാണ്. ബ്രഹ്മ ഹ ദേവേഭ്യോ വിജിഗി എന്നുള്ള ആ ചർച്ച വന്നത്. ബ്രഹ്മ പരഹ എന്ന് പറഞ്ഞു. ബ്രഹ്മ പര, അവിടുന്ന് ഇങ്ങോട്ടാണ് ചർച്ച വന്നത്. എങ്ങനെ പരൻ എന്ന് ചോദിച്ചാൽ ഈ ജഗത്തിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞു, ഇവിടുത്തെ വൈവിധ്യങ്ങൾ പറഞ്ഞു, അത്യത്ഭുതകരമായ നിർമ്മാണ വിചിത്രത പറഞ്ഞു. അതെല്ലാം ചൈതന്യ സ്വരൂപമായ ഒന്നിൻ്റെ അധിഷ്ഠാനത്തിലേ സംഭവിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം, പൂർവപക്ഷം, കർമ്മണ ഏവേദി ചേത് ന പരതന്ത്രസ്യ നിമിത്തമാത്രത്വാത് യതിദം ഉപഭോഗവൈചിത്ര്യം പ്രാണിനാം തത്സാധനവൈചിത്ര്യം ച ദേശകാലനിമിത്താനുരൂപനിയതപ്രവൃത്തിനിവൃത്തിക്രമം ച തദ് ന നിത്യസർവജ്ഞകർത്തൃകം കിം തർഹി കർമ്മണ ഏവ തസ്യ അചിന്ത്യപ്രഭാവത്വാത് സർവൈശ്ച ഫലഹേതുത്വ അഭ്യുപഗമാത് സതി കർമ്മണ ഫലഹേതുത്വേ കിം ഈശ്വരാധികകൽപ്പനയാ ഇതി ന നിത്യസ്യേശ്വരസ്യ നിത്യസർവജ്ഞശക്തേഃ ഫലഹേതുത്വം ച ഇതി ചേത് കർമ്മണ ഏവ ഇതി ചേത് ന പരതന്ത്രസ്യ നിമിത്തമാത്രത്വാത് യതിദം ഉപഭോഗവൈചിത്ര്യം പ്രാണിനാം തത്സാധനൈഃ വൈചിത്ര്യം സാധനവൈചിത്ര്യം ച ദേശകാലനിമിത്താനുരൂപനിയതപ്രവൃത്തിനിവൃത്തിക്രമം തത് ന നിത്യസർവജ്ഞകർത്തൃകം കിം തർഹി കർമ്മണ ഏവ തസ്യ അചിന്ത്യപ്രഭാവത്വാത് സർവൈശ്ച ഫലഹേതുത്വ അഭ്യുപഗമാത് സതി കർമ്മണ ഫലഹേതുത്വേ
കിം ഈശ്വരാധികകൽപ്പനയാ ഇതി ന നിത്യസ്യ ഈശ്വരസ്യ സർവജ്ഞശക്തേഃ ബലഹേതുത്വം ച ഇത് ചേത് അപ്പോൾ പൂർവമീമാംസാപക്ഷത്തിൽ കർമ്മം സ്വയം ഫലരൂപമാണ്. കർമ്മം സ്വയം ഫലരൂപമാണെന്നതിന് വേദാന്തി മാനിക്കുന്നില്ല. ഫലപ്രദാതൃത്വം ഈശ്വരനിലാണുള്ളത് വേദാന്ത പക്ഷത്തിൽ. പൂർവമീമാംസകന്മാർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. ഒരു വൈദിക കർമ്മങ്ങൾ ചെയ്യുക, ആ കർമ്മങ്ങളുടെ പുണ്യം കൊണ്ട് അപൂർവം ആയിരിക്കുന്ന പുണ്യം സമ്പാദിക്കുക, സ്വർഗം പ്രാപിക്കുക, സുഖഭോഗങ്ങൾ അനുഭവിക്കുക, അങ്ങനെയാണ്. അവിടെ അഗ്നിഹോത്രങ്ങൾ ചെയ്യുക, വ്യത്യസ്ത ദേവതകളെ വശത്താക്കുക, ഉപാസിക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിത്യനും സർവജ്ഞനുമായ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ചോദ്യം വരികയാണ്, കർമ്മണഃ ഏവ ഇതി ചേത്, ഈ ജഗത്തിൻ്റെ കർത്തൃത്വവും നിയന്ത്രിത്വവും എല്ലാം കർമ്മത്താൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞാലോ? ന പരതന്ത്രസ്യ നിമിത്തമാത്രത്വാത്. കർമ്മണ ഏവ ഇതി ചേത്, കർമ്മം കൊണ്ട് തന്നെയാണ്, കർമ്മത്തിൽ തന്നെയാണ് ഈ ജഗത്തിൻ്റെ പ്രവൃത്തി അഥവാ നിയന്ത്രിത്വം. ഉത്പത്തിയും സ്ഥിതിയും എല്ലാം കർമ്മത്താൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറയാൻ പറ്റില്ല. പരതന്ത്രസ്യ നിമിത്തമാത്രത്വാത്. പരതന്ത്രം ആയിരിക്കുന്നത്, അതിന് നിമിത്തമാത്രമായി മറ്റൊന്ന് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ ഗൃഹ, പ്രാസാദ, രഥ, ശയന, ആസനാദി എന്തോ ആവട്ടെ, എന്ത് തന്നെ ഉണ്ടോ മറ്റൊന്നിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നിയമക്രമത്തിൽ സഞ്ചരിക്കുന്ന വ്യവസ്ഥാപിതമായ ഒന്നിന് തദ്ഭിന്നമായിട്ട് ഒരു വ്യവസ്ഥാപക ശക്തി ഉണ്ടായിരിക്കണം. കർമ്മം എപ്പോഴും പരതന്ത്രമല്ലേ? കർമ്മം സ്വതന്ത്രമാണോ പരതന്ത്രമാണോ? കർമ്മം കർത്താവിനധീനമാണ്. അപ്പോൾ കർത്താവിനധീനമാകൊണ്ട് പരതന്ത്രമായ കർമ്മത്തിന് സ്വതന്ത്ര ഫലദാതൃത്വം നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. അതിനെപ്പോഴും മറ്റൊരു നിമിത്തം വേണം. തദിദം ഉപഭോഗ വൈചിത്ര്യം പ്രാണിനാം തത്സാധന വൈചിത്ര്യം ച ദേശകാല നിമിത്താനുരൂപ നിയത പ്രവൃത്തി നിവൃത്തിക്രമം ച തദിന നിത്യസർവജ്ഞകർത്തൃകം. യതിദം ഉപഭോഗ വൈചിത്ര്യം, ഈ യാതൊരു ഉപഭോഗ വൈചിത്ര്യമുണ്ടോ പ്രാണികളുടെ, തത്സാധന വൈചിത്ര്യം ച വ്യത്യസ്തങ്ങളായ സാധ്യങ്ങൾക്കായിക്കൊണ്ട് വിവിധങ്ങളായ സാധനങ്ങളെ പ്രയോഗിക്കുന്ന വൈചിത്ര്യമാകട്ടെ, ദേശകാല നിമിത്താനുരൂപ നിയതപ്രവൃത്തി നിവൃത്തിക്രമം, ദേശം കാലം എന്നീ നിമിത്തങ്ങൾ ഹേതുവായിട്ടുള്ള നിയതമായ നിശ്ചിതമായ ഒരു ഭേദവും വരാത്ത പ്രവൃത്തി നിവൃത്തിക്രമമാണ് ജഗത്ത്.
ആണല്ലോ. യാതൊരു മാറ്റവും വരാത്ത നിയതമായ പ്രവൃത്തി നിവൃത്തിക്രമമാണ് ജഗത്ത്. അത് നിത്യസർവജ്ഞപൂർവകമൊന്നുമല്ല. നിത്യസർവജ്ഞപൂർവകം അല്ല. പിന്നെയോ കർമ്മണ ഏവ, കർമ്മത്താൽ തന്നെയാകുന്നു. തസ്യ അചിന്ത്യപ്രഭാവത്വാത്, കർമ്മത്തിൻ്റെ അചിന്ത്യപ്രഭാവം കൊണ്ട് നിത്യനും സർവജ്ഞനുമായ ഒരു ഈശ്വരൻ അധീനമാണ് ഈ ജഗത്തെന്ന് പറയാൻ പറ്റില്ല. കർമ്മത്തിന് തന്നെ അചിന്ത്യമായ പ്രഭാവത്വം ഉണ്ട്. സർവൈശ്ച ഫലഹേതുത്വാഭ്യുപഗമാത്, എല്ലാവരാലും തന്നെ, സർവൈഹി എല്ലാവരാലും വെച്ചാൽ എല്ലാ സിദ്ധാന്തികളാലും. സർവൈഹി എന്ന് പറഞ്ഞാൽ കേവലം ഞങ്ങൾ പൂർവ്വമീമാംസകന്മാരാലല്ല, എല്ലാ സിദ്ധാന്തികളും കർമ്മങ്ങൾക്ക് ഫലമുണ്ടെന്നുള്ളത് അംഗീകരിച്ചിട്ടുണ്ട്. സർവൈശ്ച ഫലഹേതുത്വ അഭ്യുപഗമാത് സതി കർമ്മണഃ ഫലഹേതുത്വേ കിം ഈശ്വരാധിക കൽപ്പനയാ. എന്നിരിക്കെ കർമ്മത്തിന് തന്നെ ഫലത്തിന് ഹേതുവാകാൻ സാധിക്കുന്ന സ്ഥിതിക്ക് എന്തിനാണ് ഒരു ഈശ്വരനെ കൽപ്പിക്കുന്നത്? ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാ? ഈശ്വരനുണ്ട് എന്നൊക്കെ എന്തിനാ ആലോചിക്കുന്നത്? കർമ്മത്തിന് തന്നെ ഫലം പ്രദാനം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ എന്തിനാണ് ഈശ്വരകൽപ്പന? അതിൻ്റെ ആവശ്യമില്ല. ഇത് നിത്യസ്യ ഈശ്വരസ്യ സർവജ്ഞശക്തേഹ ബലഹേതുത്വം ന. നിത്യനായ നിത്യസർവജ്ഞശക്തിയായ ഒരു ഈശ്വരന് അങ്ങനെ ബലഹേതുത്വമൊന്നും ഇല്ല. കർമ്മത്തിനാണ് ഫലഹേതുത്വം. അപ്പോൾ അത്യന്ത പ്രഭാവപൂർണമായ കർമ്മത്തിന് തന്നെ അമിത ഫലഹേതുത്വം ഉണ്ടെന്നിരിക്കെ ഈശ്വരനെ വെറുതെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. ഈശ്വരനെക്കുറിച്ച് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സിദ്ധാന്തി എന്താ പറഞ്ഞത്? അത്യന്ത കുശല ശില്പികൾക്ക് പോലും നിർമ്മിക്കാൻ പ്രയാസമുള്ള ജഗത്ത് മുഴുവൻ ഈശ്വരാധീനമാണ്, ഈശ്വര സൃഷ്ടമാണ്, ഈശ്വര ക്രമീകൃതമാണെന്നൊക്കെയാണ്. അതിനെ ചോദ്യം ചെയ്യാണ് പൂർവ്വമീമാംസകർ. എന്തിനോട് ഈശ്വരനെ കൊണ്ടുവരുന്നത്? ഈശ്വരനൊന്നുമില്ല. ഈ വേറൊരു നേരം പോക്കുണ്ടേ, പലരും ഈ വേദം, ഹോമം, അഗ്നിഹോത്രമൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഈശ്വര ഭക്തിയുള്ളവരാണെന്നാണ് വിചാരിക്കുന്നത്. പൂർവ്വമീമാംസകന്മാർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഈശ്വരനെക്കുറിച്ചുള്ള ചർച്ച അവർക്ക് ആവശ്യമില്ല. അവർക്ക് കർമ്മം തന്നെയാണ് ഫലപ്രദാനം ചെയ്യുന്നത്. യാഗാദി കർമ്മങ്ങൾ ചെയ്യുക, ഫലം നേടുക. നമ്മളിന്നിപ്പോൾ ഈശ്വരാന്ന് ഭക്തിപൂർവ്വമാണ് യാഗാദി കർമ്മങ്ങളിൽ പോയി തൊഴുക. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇവിടെ പൂർവ്വമീമാംസകന്മാരുടെ പ്രഭാവം തന്നെ എവിടെയാണുള്ളത്? ഇപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടല്ലേ ഉള്ളത്. ഇപ്പോൾ യോഗികൾക്ക് ഈശ്വരനില്ലേ? യോഗികൾ ആത്മാവിനെ മാനിക്കുന്നില്ലേ? അതെന്താ? വേദമല്ലേ പ്രമാണം? വേദമാണ് പരമപ്രമാണം. വേദമാണ് പരമപ്രമാണം, വേദാന്തമല്ല. വേദത്തിൻ്റെ കർമ്മകാണ്ഡം സംഹിത ബ്രാഹ്മണാത്മകമായ കർമ്മകാണ്ഡമാണ് പരമപ്രമാണം. അവർക്ക് ഈശ്വരൻ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കർമ്മങ്ങൾ സ്വയം ഫലപ്രദാനം ചെയ്യുന്നവയാണ്. നിരീശ്വരവാദികൾ എന്നല്ല, ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന്. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ചാർവാകാദി പറഞ്ഞാൽ മതി. ഈശ്വരനെ കുറിച്ചുള്ള ചർച്ച അസ്ഥാനത്താണ്. സാഖ്യന്മാർ ഈശ്വരനെ അറിയുന്നേയില്ല, ഈശ്വരനെ കുറിച്ച് ഒരു സൂചനയില്ല. സാഖ്യന്മാർ യോഗികളായപ്പോഴത്തേക്ക് ഈശ്വരനുണ്ട്. യോഗികൾക്ക് ഈശ്വരനുണ്ട്. പക്ഷെ ആ ഈശ്വരനൊരു വിശേഷ പുരുഷൻ മാത്രമാണ്. അപ്പോൾ കർമ്മം സ്വയം ഫലപ്രദമാണെന്നുള്ളതാണ് ഇവിടെ സിദ്ധാന്തം. എന്നിരിക്കെ വെറുതെ വേണ്ടാത്ത സർവജ്ഞനായ ഈശ്വരനൊന്നും കൊണ്ടുവരണ്ട എന്ന്. നാ കർമ്മണ ഏവ ഉപഭോഗ വൈചിത്ര്യാദ്യുപപദ്യതേ കസ്മാത് കർത്തൃതന്ത്രത്വാത് കർമ്മണഃ ക്ഷിതിമത് പ്രയത്ന നിർവൃത്തം ഹി കർമ്മ തത് പ്രയത്നോപരമാദുപരതം സദ് ദേശാന്തരേ കാലാന്തരേ വാ നിയത നിമിത്ത വിശേഷാപേക്ഷം കർത്തുഃ ഫലം ജനയിഷ്യതീതി ന യുക്തം അനപേക്ഷ്യ
അന്യത് ആത്മനഃ പ്രയോക്തൃ കർത്താ ഏവ ഫലകാലേ പ്രയോക്ത ഇതി ചേത് മയാ നിർവർത്തിതഃ അസി ത്വാം പ്രയോക്ഷ്യേ ഫലായ യദാത്മാനുരൂപം ഫലമിതി ന ദേശകാലനിമിത്ത വിശേഷ അനഭിജ്ഞത്വാത് യദി ഹി കർത്താ ദേശവിശേഷാഭിജ്ഞഃ സൻ സ്വാതന്ത്ര്യേണ കർമ്മ നിയുഞ്ജ്യാത് തതഃ അനിഷ്ടഫലസ്യ അപ്രയോക്ത സ്യാത് ന ച നിർനിമിത്തം തദനിച്ഛയാ ആത്മസമവേദം തത് ചർമ്മവത് വികരോതി കർമ്മ ന ച ആത്മകൃതം അകർത്തൃ സമവേദം അയസ്കാന്തമണിവത് ആക്രഷ്ടൃ ഭവതി പ്രധാന കർത്തൃ സമവേദത്വാത് കർമ്മണഃ ഭൂതാശ്രയമിതി ചേത് ന സാധനത്വാത് കർത്തൃക്രിയായാഃ സാധനഭൂതാനി ഭൂതാനി ക്രിയാകാലേ അനുഭൂതവ്യാപാരാണി സമാപ്തൗ ച ഹലാദിവത് കർത്ര പരിത്യക്താനി ന ഫലം കാലാന്തരേ കർത്തും ഉത്സഹന്തെ ന ഹി ഹലം ക്ഷേത്രാത് വ്രീഹീൻ ഗൃഹം പ്രവേശയതി ഭൂതകർമ്മണോഃ ച അചേതനത്വാത് സ്വതഃ പ്രവൃത്യനുപപത്തിഃ വായുവദിതി ചേത് ന അസിദ്ധത്വാത് ന ഹി വായോഃ അചിതിമതഃ സ്വതഃ പ്രവൃത്തിസിദ്ധ രഥാദിഷു അദർശനാത്. ന കർമ്മണ ഏവ ഉപഭോഗ വൈചിത്ര്യാദ്യുപപദ്യതേ കസ്മാത് കർത്തൃതന്ത്രത്വാത് കർമ്മണഃ ചിതിമത് പ്രയത്ന നിർവൃത്തം ഹി കർമ്മ തത് പ്രയത്നോപരമാത് ഉപരതം സത് ദേശാന്തരേ കാലാന്തരേ വാ നിയതനിമിത്തവിശേഷാപേക്ഷം കർത്തുഃ ഫലം ജനയിഷ്യതീതി ന യുക്തം അനപേക്ഷ്യ അന്യത് ആത്മനഃ പ്രയോക്തൃ കർത്താ ഏവ ഫലകാലേ പ്രയോക്ത ഇതി ചേത് മയാ നിർവർത്തിതോസി ത്വാം പ്രയോക്ഷ്യേ ഫലായ യദാത്മാനുരൂപം ഫലമിതി. ന കർമ്മണ ഏവ ഉപഭോഗ വൈചിത്ര്യാദ്യുപപദ്യതേ. ഒരിക്കലും ശരിയല്ല. അവിടെ ഒരു ഈശ്വരൻ്റെ സർവജ്ഞനായ ഈശ്വരനെ കൊണ്ടുവരണ്ട, കർമ്മം തന്നെ ഫലദാതാവാണെന്നത് കൊണ്ട് എന്ന് പറഞ്ഞു. അത് ശരിയല്ല, സ്വീകരിക്കാൻ പറ്റില്ല, സിദ്ധാന്തമാണ്. വേദാന്തിയാണ് സിദ്ധാന്തി. എന്തുകൊണ്ട്? കർമ്മം കൊണ്ട് തന്നെ ഉപഭോഗ വൈചിത്ര്യങ്ങൾ യോജിക്കുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? പറയാം. കർത്തൃതന്ത്രത്വം അത് കർമ്മണ. കർമ്മം കർത്തൃതന്ത്രമാണ്. കർത്താവ് ചെയ്താലേ കർമ്മമുള്ളൂ. കർത്താവിന് അധീനമാണ് കർമ്മം. കർമ്മം സ്വതവേ പ്രവർത്തിക്കുന്നതല്ല. കർത്താവ് പ്രവർത്തിപ്പിക്കുമ്പോഴേ കർമ്മം പ്രവർത്തിക്കും. ക്ഷിതിമത് പ്രയത്ന നിർവൃത്തം ഹി കർമ്മ. ഇനി കർത്താവ് എന്നുള്ളത് ഒന്നും കൂടി വിസ്തരിച്ച് പറയുകയാണ്. ബുദ്ധിയുള്ള ക്ഷിതിയോടുകൂടിയ ചേതനാസ്വരൂപിയായ ആളുടെ പ്രയത്നത്താൽ നിർവൃത്തമാണ് കർമ്മം. അല്ലേ? ക്ഷിതിയോടുകൂടിയ ചേതനാവാന ആയ ഒരാളുടെ
പ്രവൃത്തിയാൽ നിർവൃത്തമാണ് കർമ്മം. അപ്പോഴേ കർമ്മം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കർമ്മം ഉണ്ടാവില്ല. തത് പ്രയത്നോപരമാത് ഉപരതം. അയാളുടെ പ്രയത്നം ഉപരമിച്ചാൽ കർമ്മവും ഉപരതമാവും. ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മമില്ല. കർമ്മം ഞാൻ പൂർത്തിയായിട്ടില്ല, താനേ പൂർത്തിയാക്കട്ടെ പറയോ? ഇല്ലല്ലോ. ഞാൻ താനേ ഫലം പ്രദാനം ചെയ്യാമെന്ന് പറയുമോ? ഇല്ലല്ലോ. ഉപരതം. ദേശാന്തരേ കാലാന്തരേ വാ നിയതനിമിത്ത വിശേഷാപേക്ഷം കർത്തുഃ ഫലം ജനയിഷ്യതീതി ന യുക്തം അനപേക്ഷ്യ അന്യതാത്മനഃ പ്രയോക്തൃ. എന്നിരിക്കെ ചൈതന്യസ്വരൂപനായ ഒരു ആത്മാവിനെ അപേക്ഷിക്കാതെ ദേശാന്തരത്തിലോ കാലാന്തരത്തിലോ നിയതനിമിത്തമായ ഫലത്തെ കർമ്മം ചെയ്യും എന്ന് സ്വീകരിക്കാൻ വയ്യ. വ്യക്തമാണത്. ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ഒരു പ്രയോക്താവിനെ, ആത്മാവിനെ കൂടാതെ, അനപേക്ഷ്യ കൂടാതെ കർമ്മം ദേശാന്തരത്തിലോ കാലാന്തരത്തിലോ ഫലപ്രദാനം ചെയ്യും എന്ന് ചിന്തിക്കാൻ, ആലോചിക്കാൻ വയ്യ. കർത്താവ ഫലകാലെ പ്രയോക്ത ഇത് ചെയ്ത് കർത്താവ് തന്നെയാകുന്നു ഫലകാലത്തിൽ പ്രയോക്താവ് എന്നാണെങ്കിൽ മയാ നിർവർത്തിതഹാസി, കർമ്മത്തോട് പറയുകയാണ്, എന്നാൽ നീ നിർവർത്തിതമായിരിക്കുന്നു. യാഗം എന്നാൽ നിർവർത്തിതമായിരിക്കുന്നു. ത്വാം പ്രയോക്ഷ്യേ ഫലായ, എന്ന് നിന്നെ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഫലപ്രദാനത്തിനായിക്കൊണ്ട്. ഇത് ആത്മാനുരൂപം ഫലം, ആത്മാനുരൂപമായ ഫലം ചെയ്തോളൂ എന്ന് കർത്താവ് നിയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കർമ്മം സ്വയം ഫലപ്രദം അല്ല. കർമ്മത്തിന് ചൈതന്യസ്വരൂപിയായിരിക്കുന്ന നിത്യ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനിൽ നിന്നാണ് ഫലം വന്നു ചേരുക. അതിനുള്ള ഉപാധിയാണ് കർമ്മമെന്നേ പറയാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് പറയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ കർമ്മത്തെ നിയോഗിക്കുമോ? നോക്കൂ, മയാ നിർവർത്തിതഹാസി, എന്നാൽ നിർവർത്തിതമായിരിക്കുന്നു. പ്രയോക്ഷ്യ ഫലായ ഏതാത്മാൻ രൂപം ഫലമിതി എന്ന് കർത്താവ് നിയോഗിക്കുമോ കർമ്മത്തെ? ഇല്ല. എന്നാ ദേശകാല നിമിത്ത വിശേഷ അനഭിജ്ഞത്വാത്, ദേശകാല വിശേഷ നിമിത്ത അഭിജ്ഞത കർമ്മത്തിലില്ല. ദേശത്തിനും കാലത്തിനും അനുസൃതമായി, മറ്റ് വിശേഷ നിമിത്തങ്ങൾക്കനുസൃതമായി എങ്ങനെ ഫലപ്രദാനം, ഫലം, കർമ്മ നിർവർത്തനം, ഇതൊന്നും കർമ്മത്തിന് സ്വതവേ സാധിക്കില്ല. ചൈതന്യ സ്വരൂപിയായ ചേതനാവാനായ ഈശ്വര അപേക്ഷയിലാണ്, അല്ലെങ്കിൽ ആത്മാപേക്ഷയിലാണ് കർമ്മം നടക്കുന്നത്. യതി ഹി കർത്താ ദേശകാല ദേശവിശേഷ അഭിജ്ഞഃ സൻ സ്വാതന്ത്ര്യേണ കർമ്മ നിയുഞ്ജ്യാത് തതഃ അനിഷ്ടഫലസ്യ അപ്രയോക്ത സ്യാത് ന ച നിർനിമിത്തം തത് അനിച്ഛയ ആത്മസമവേദം ചർമ്മവത് വികരോതി കർമ്മ. യതി ഹി കർത്താ ദേശവിശേഷ അഭിജ്ഞഃ, ദേശവിശേഷാഭിജ്ഞനായ കർത്താവ്, ദേശവിശേഷാഭിജ്ഞനായ കർത്താവ്, ദേശത്തെ സംബന്ധിക്കുന്ന വിശേഷമായ അറിവുകളോട് കൂടിയ, ഇന്ന ദേശത്ത് ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന കാലത്ത് ഇന്നതാണ് ചെയ്യേണ്ടത് എന്നിത്യാദി അറിവുകളോട് കൂടിയവനായ കർത്താവ് സൻ സ്വാതന്ത്ര്യേണ കർമ്മ നിയുഞ്ജ്യാത്, സ്വാതന്ത്ര്യേണ കർമ്മത്തെ നിയോഗിച്ചുവെങ്കിൽ, അങ്ങനെ സാധിക്കില്ല കേട്ടോ. സാധിക്കുമോ? അങ്ങനെ ചെയ്യണില്ല, ഞാന്ന് പറഞ്ഞ് നിഷേധിച്ചു, അത് മറന്നു വരുത്. മറന്നുപോയാൽ നമ്മളത് അംഗീകരിച്ചു എന്ന് വരും. സ്വാതന്ത്ര്യേണ കർമ്മത്തെ നിയോഗിച്ചു എങ്കിൽ എന്ത് സംഭവിക്കും? അനിഷ്ടഫലസ്യ അപ്രയോക്താസ്യ, അതൊരനിഷ്ടഫലത്തെ പ്രയോഗിക്കില്ലല്ലോ. എന്നാൽ കർമ്മം വേണ്ടതുപോലെ അല്ലെങ്കിൽ അനിഷ്ടഫലം വന്നു ചേരും, വേണ്ടതുപോലെയാണെങ്കിൽ ഇഷ്ടഫലം വന്നു ചേരും. അപ്പോൾ കർമ്മം സ്വതവേയാണോ ഫലപ്രദാനം ചെയ്യുന്നത്? അല്ല. നച നിർനിമിത്തം തത് അനിച്ഛയ ആത്മസമവേദം, നച നിർനിമിത്തം തത് അനിച്ഛയ ആത്മസമവേദം ചർമ്മവത് വികരോതി കർമ്മ. ഒരു
ചർമ്മത്തെ വിടർത്തിയിടുന്നത് പോലെ, ചർമ്മം തൊലി 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 ഉണക്കാൻ വയ്ക്കും. എന്തിൻ്റെ? പല ജന്തുക്കളുടെ തൊലികൾ. അങ്ങനെ തൊലി ഉണക്കാൻ വയ്ക്കുമ്പം വിടർത്തിയിടുന്നത് പോലെ കർമ്മത്തിൻ്റെ ഫലം കർമ്മം സ്വയം അനിച്ഛയ അങ്ങ് വിടർത്തിയിടുന്നില്ല. എന്നുവെച്ച നിർനിമിത്തം തത് അനിച്ഛയ ആത്മസമവേദം. അനിച്ഛയ ആത്മസമവേദം തർമ്മ വത് വികരോധി കർമ്മ. ചർമ്മം പോലെ ഫലത്തെ കർമ്മം വിടർത്തുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം നേരത്തെ പറഞ്ഞതായിട്ട് ഘടിപ്പിക്കണം. അനിഷ്ടഫലത്തെ തോന്നിയോണം കർമ്മം പ്രദാനം ചെയ്യുന്നില്ല, എന്നാൽ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടത് കർമ്മമല്ല. പിന്നെ അതിൻ്റെ പിന്നിൽ സർവജ്ഞമായിരിക്കുന്ന ആ ചൈതന്യ ഭാവമുണ്ട്, യഥാകർമ്മ ഫലം പ്രദാനം ചെയ്യുന്നതായിട്ട്. അല്ലാണ്ട് കർമ്മം സ്വയം ഫലപ്രദമല്ല. ഇത് നമ്മൾ ഓർമ്മിക്കണം. പൂർവമീമാംസകരുടെ കർമ്മം സ്വയം ഫലപ്രദമാണെന്നുള്ളതാ സിദ്ധാന്തം. എന്നുവെച്ച ആത്മകൃതം അകർത്തൃ സമവേദം അയസ്കാന്തമണിവത് ആക്രഷ്ടൃഭവതി പ്രധാന കർത്തൃ സമവേദത്വാത് കർമ്മണഃ. ആത്മകൃതം അകർത്തൃസമവേദം അയസ്കാന്തമണിവത് പ്രധാന കർത്തൃ സമവേദത്വാത് അതല്ല ആകൃഷ്ട അവസ്ഥാനത്തേക്ക് എടുക്കുകയാണ്. കർമ്മണഃ അയസ്കാന്തമണിവത് ആകർഷ്ടൃഭവതി. ആത്മകൃതമായിരിക്കുന്ന കർമ്മം ഏത് ആത്മകൃതം? നിത്യ സർവജ്ഞമായ ആത്മാവല്ല. നിത്യ സർവജ്ഞമായ ആത്മാവ് നമ്മുടെ പക്ഷത്തിലാണ്. ഇത് പൂർവമീമാംസാ പക്ഷത്തെ ഖണ്ഡനം ചെയ്യാൻ വേണ്ടി പറയുന്ന ഭാഗമാണ്. അതുകൊണ്ട് അവരുടെ പക്ഷത്തിലുള്ളതാ പറയണത്. അപ്പോൾ ബുദ്ധിയുമായി ചേരുന്ന സമയത്ത് ആത്മാവിന് ജ്ഞാനബലം ഉണ്ടാവുന്നു. ബുദ്ധിയുമായി ചേരാത്ത സമയത്ത് ആത്മാവിൽ ജ്ഞാനമില്ല എന്ന് പറയുമ്പോൾ ക്ഷണികമായി ഭാസിക്കുന്ന ജ്ഞാനഭാവമാണ് ആത്മാവിലുള്ളത്. നിത്യ സർവജ്ഞ സ്വഭാവമല്ല ആത്മാ. നിത്യ സർവജ്ഞമാണ് ആത്മാവ് നമുക്ക്, നമ്മുടെ സിദ്ധാന്തം. അവിടെ അതല്ല. അവിടെ ആത്മാവ് ബുദ്ധിയുമായി ചേരും. ഈശ്വരനാണല്ലോ, ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ആത്മാവുണ്ടല്ലോ. അപ്പോൾ നിത്യ സർവജ്ഞ സ്വഭാവമല്ലല്ലോ ആത്മാവ്. അപ്പോൾ ക്ഷണികമായിരിക്കുന്ന ജ്ഞാനയുക്തമായിരിക്കുന്ന ഭാവമാണ് ഉള്ളത്. അങ്ങനെയുള്ളതായ ആത്മാവിൽ ചേരുന്നതായ കർമ്മം അയസ്കാന്തമണി പോലെ, അയസ്കാന്തമണി കാന്തത്തിൻ്റെ വലിയൊരു കട്ട പോലെ ഈ കർമ്മഫലത്തെ ആകർഷിക്കാൻ ശക്തമാവുമൊന്നുമില്ല. അതുകൊണ്ട് കർമ്മം സ്വയം ഫലപ്രദമാണെന്ന് നീ പറയരുത് എന്നർത്ഥം. ഭൂതാശ്രയമിതി ചേത് ന സാധനത്വാത്.
ഭൂതങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് കർമ്മം ഈ ഫലം ചെയ്യുന്നത്. അഥവാ നിത്യ വിജ്ഞപ്തി സ്വരൂപമല്ലെങ്കിൽ പോലും ആത്മാവ് ക്ഷണിക വിജ്ഞാനത്തോട് കൂടിയതാണെങ്കിലും ഭൂതാശ്രയത്തെ ചെയ്തിട്ടാണിത് ചെയ്യുന്നത്. ഭൂതാശ്രയം എന്ന് പറഞ്ഞാൽ ഭൂതാശ്രയം തന്നെ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ ആ ഭൂതങ്ങൾ. അപ്പോൾ ഭൂതാശ്രയത്തോടു കൂടിയാണ് ഈ കർമ്മം ഫലത്തെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലോ എന്നാലും പറയാൻ പറ്റില്ല. കാരണം അവിടെ ഭൂതങ്ങൾ വെറും സാധനമാണ്. ഭൂതങ്ങൾ ക്രിയാസാധ്യത്തിനുള്ള സാധനമാണ്. കർത്തൃക്രിയായ സാധനഭൂതാനി ഭൂതാനി. കർത്താവിന് ക്രിയ ചെയ്യുന്നതിനുള്ള സാധനഭൂതങ്ങളാണ് ഭൂതങ്ങൾ. ക്രിയാകാലേ അനുഭൂത വ്യാപാരാണി സമാപ്തൗച്ച ഹലാദിവത് കർത്ര പരിത്യക്താനി. ക്രിയാകാലത്തിൽ നിർവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവയും കർമ്മപരിസമാപ്തിയിൽ ഉപേക്ഷിക്കപ്പെടുന്നവയുമാണ്. ഏതുപോലെ ഹലാദിവത്, കലപ്പ തുടങ്ങിയവയെ പോലെ. അപ്പോൾ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ കലപ്പ എടുത്തു, ഉഴുതു കഴിഞ്ഞാൽ കലപ്പ മാറ്റി വെച്ചു. ഇത്രയേ ഉള്ളൂ ഭൂതങ്ങൾക്ക് സ്ഥിതി. ഭൂതങ്ങൾ നിത്യങ്ങളല്ല. ഭൂതങ്ങൾക്ക് സ്വഫല പ്രദാതൃത്വമില്ല. അപ്പോൾ പ്രപഞ്ചരചനയാകുന്ന ഇത് മുഴുവൻ കർമ്മങ്ങൾ സ്വതവേ ചെയ്യുന്നതാണ്. അതിന് ഭൂതാശ്രയം ഉണ്ട് എന്നൊന്നും പറയാൻ സാധ്യമല്ല. പരിത്യക്താനി ന ഫലം കാലാന്തരേ കർത്തുമുത്സഹന്തേ. ഈ ഭൂതങ്ങൾ കാലാന്തരത്തിൽ ഫലം നൽകാൻ സമർത്ഥങ്ങളാണോ? അല്ല. ഭൂതങ്ങൾക്ക് കർമ്മത്തിന് ഫലം നൽകാൻ സാമർഥ്യമില്ല പറഞ്ഞു. ഭൂതങ്ങൾക്കും കാലാന്തരത്തിൽ ഫലം നൽകാൻ സാമർഥ്യമില്ല. ഏതുപോലെ നഹി ഫലം ക്ഷേത്രാത് വ്രീഹീൻ ഗൃഹം പ്രവേശയതി. കലപ്പ അതിൻ്റെ ഫലരൂപമായ നെല്ലിനെ വീട്ടിലേക്ക് കൊയ്ത് കൊണ്ടിടുന്നില്ല. കലപ്പയുടെ പണി ഉഴുന്നതോടുകൂടി കഴിഞ്ഞു. ഉഴുത് കഴിഞ്ഞാൽ പിന്നെ കലപ്പ മാറ്റി. അപ്പം ഭൂതങ്ങൾ ഇതുപോലെ ഫലപ്രദാനം ചെയ്യുന്നില്ല. ആരുടെയെങ്കിലും വീട്ടിൽ നെല്ല് കൊണ്ടുത്തരുമോ കലപ്പ? ഇല്ല. അതാണ് ഭൂതകർമ്മണോ ച അചേതനത്വാത് സ്വതപ്രവൃത്തി അനുപപത്തി. ഭൂതത്തിനും കർമ്മത്തിനും അചേതനമാണെന്നതുകൊണ്ട് സ്വതവേ പ്രവൃത്തി ഇല്ല. സ്വതവേ പ്രവൃത്തിയില്ലാത്തത് എങ്ങനെ ഫലപ്രദാനം ചെയ്യും? സ്വതവേ പ്രവൃത്തിയില്ലാത്തത് എങ്ങനെ പ്രപഞ്ചരചന ചെയ്യും? അതുകൊണ്ട് ഭൂതങ്ങളോ കർമ്മമോ അല്ല പ്രപഞ്ചരചനയ്ക്ക് ബീജം. അവയിലല്ല ഫലപ്രദാതൃത്വം. വായുവതിഥി ചെയ്ത്